ശ്രീ ജോർജ് പുടിപാറ, ആത്യന്തികമായി നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണല്ലോ. CPIയെ സംബന്ധിച്ച് CPIയും ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കടുത്ത നിലപാട് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ MOUയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് തന്നെയാണ് CPI നേതാക്കൾ ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ അപ്പോൾ മറിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം. അങ്ങനെയെങ്കിൽ ആ പ്രതിഷേധം ഏത് സ്വഭാവത്തിലായിരിക്കും? മുന്നണി വിടുകയൊന്നുമില്ല, അക്കാര്യം ഉറപ്പാണ്. പക്ഷേ മുന്നണിയിൽ നിന്നുകൊണ്ട് എന്ത് പ്രതിഷേധത്തിനാണ് സാധ്യത? മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള വലിയ തീരുമാനത്തിലേക്ക് അവർ പോകുമോ? സ്മൃതി, അതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് എനിക്ക് തോന്നുന്നു റെജി ലൂക്കോസ് ഉത്തരം പറയാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും ഒടുവിൽ നടന്ന മധുര പാർട്ടി കോൺഗ്രസ്സിൽ പോലും ഈ NEPക്കെതിരെ ശക്തമായ പ്രമേയമാണ് പാസ്സാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് എതിരായ ഒരു നിലപാടാണ് എടുത്തത്. ഒരു പാർട്ടി കോൺഗ്രസ് കേവലം 6 7 അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മുമ്പെടുത്തൊരു തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു സംസ്ഥാന പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാരിന് അവകാശമുണ്ടോ? അങ്ങനെയെങ്കിൽ പിന്നെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ നയപരമായ തീരുമാനത്തിനൊക്കെ എന്താ പ്രസക്തി? അതേക്കുറിച്ച് റെജി ലൂക്കോസ് മിണ്ടിയില്ല. മാത്രമല്ല, റെജി ലൂക്കോസ് പറഞ്ഞ എന്താ, NEP വന്നാൽ കരിക്കുലത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് സൗകര്യമുള്ളതൊക്കെ പഠിപ്പിക്കുമെന്ന്. കൃത്യമായ ഉത്തരം BJPയുടെ ശ്യാംരാജ് പറഞ്ഞല്ലോ, കൃത്യമായ ഉത്തരം പറഞ്ഞു. പിന്നെ ശ്യാംരാജിൻ്റെ ചരിത്ര വ്യാഖ്യാനത്തെക്കുറിച്ച് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അതിന് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. സൗകര്യമുള്ളതുപോലെ ചരിത്രത്തെ വക്രീകരിക്കുകയും ചരിത്രത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു ഇനി ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എത്രയൊക്കെ വലിയ തത്വാവലോകനം നടത്തിയാലും ഈ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്, RSSന് ഒരു ലക്ഷ്യമുണ്ട്, സംഘപരിവാറിന് ഒരു ലക്ഷ്യമുണ്ട്. അത് അവരുടേതായ ഒരു പ്രത്യേക അജണ്ടയിലൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണല്ലോ ഒരു ഭാവി ഭാഗധേയം. അതായത് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ, നമ്മുടെ വിനോയ് വിശ്വം കോട്ട് ചെയ്തപോലെ, ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത്, രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കിയാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നയങ്ങളും ആ രീതിയിലുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് BJPക്ക് RSSൻ്റെ തിങ്ക് ടാങ്കിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ CPMന് അതിന് മനസ്സിലാകഞ്ഞിട്ടല്ല, മനസ്സിലാകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സ്മൃതി, നാളെ ഒരുപക്ഷെ ഈ CPI സ്വയം ഒരു വല്ലാത്ത ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകാനും കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടിട്ട് ഓടാനും വയ്യാത്ത, പോകാനും വയ്യാത്ത ഒരു പരുവത്തിൽ സംഗതി എത്തി നിൽക്കുകയാണ്. മാനം രക്ഷിക്കാനെങ്കിലും CPIക്ക് നാളെ എന്തെങ്കിലും ശക്തമായൊരു നിലപാടെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ CPM അതിന് തക്കൊരു ഉറപ്പ് കൊടുക്കണം. തൽക്കാലം അങ്ങനെ ഒരു ഉറപ്പ് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷം വിനയ് വിശ്വമായിട്ടും ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പിന്മാറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നേക്കാം. ഒരുപക്ഷെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. അപ്പോൾ വിശാലമായ ഒരു വലിയ ദർശനം പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഇടതുമുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ദേശീയ തലത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നണിയാണ്. അതുകൊണ്ട് ഈ ഇടത് മുന്നണി എന്ന് പറയുന്ന ആ സംവിധാനത്തെ CPI ഈ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാലം ആവശ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ ആവർത്തിച്ചാൽ ഒരു കാരണവശാൽ ഇടതുമുന്നണിയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒരുപക്ഷെ നടത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് വീണ്ടും ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ്, ഇടത് നടപ്പാക്കേണ്ട ഏക സംസ്ഥാനമാണ്. ഇവിടെ നടപ്പാക്കാനായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദേശീയ തലത്തിൽ ഇടത് പ്രതിരോധം എന്ന് പറഞ്ഞു നിൽക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം CPI അതാണ് പ്രധാനപ്പെട്ട ചോദ്യമായ CPI ഉന്നയിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.